ഈ ഒരു ബാരലിൽ നിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഡീസൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഇലക്ട്രിസിറ്റി കാണത്തില്ല. പിന്നെ ഇവിടെ പെട്രോളിൻ്റെ വില 150. യെസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ലക്ഷദ്വീപിലാണ്. അപ്പോൾ ഈവനിങ് ഇതേ വെയിലൊക്കെ ഒന്ന് താർന്നപ്പോൾ ഞാനും മൃദുലയും അമ്പൂട്ടിൻ്റെ മെല്ലെ ലക്ഷദ്വീപ് ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി ഇറങ്ങി. അമ്പൂനെ ഉറക്കത്തിൽ നിന്ന് കുത്തിയുണർത്തിക്കൊണ്ട് വന്നതാണ്. പക്ഷേ കണ്ണു തുറന്നപ്പോഴത്തേ കടലിൽ നടുക്ക്, അതുകൊണ്ട് ചിരിച്ചോണ്ടാട്ടോ ആശാൻ. പിന്നെ അവിടെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് വന്നു. നിങ്ങൾ സേവ് ഡേറ്റോ കപ്പിൾ ഷൂട്ടോ എടുക്കാന്നുണ്ടെങ്കിൽ നേരെ ലക്ഷദ്വീപ് കിട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ഫ്രെയിമാണ്. അത്ര അടിപൊളിയാട്ടോ. ഇവിടുത്തെ ബീച്ചിന്റെ കളർ തന്നെ കണ്ടില്ലേ, ഒരു സ്കൈ ബ്ലൂ കളറാട്ടോ. എത്ര കണ്ടാലും നമ്മൾക്ക് മടുക്കൂല. അമ്പൂട്ടനെ ആദ്യമായിട്ടാണ് ബീച്ചിൽ ഇറക്കണത്. ചെറുക്കനെ ഇറക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ പിടിച്ചു കയറ്റാൻ ഞാനും മൃദുലയും വിട്ട പാട്. അത് നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചപ്പലോ വേറെ കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് ഷൂസ് ഇട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇതാണ് വാട്ടർ ടാങ്ക്. ബീച്ചിൽ വോളിബോൾ കളിക്കാൻ ബോളില്ലാത്തതുകൊണ്ട് ഞാനും മൃദുല അമ്പൂട്ടനെ എടുത്ത് എറിഞ്ഞു വിളിച്ചിട്ട് അവനെ അപ്പുറം നിന്ന് പിടിച്ച് നല്ലൊരു ക്യൂട്ട് ഫ്രെയിം എടുക്കാൻ നോക്കിയാണ്. ചെറുക്കനെ കൈ പിടിക്കുന്ന ഇഷ്ടമല്ല, അവൻ ഒറ്റയ്ക്ക് നടക്കണം. ആദ്യം ഒരു ഊഞ്ഞാലിൽ കയറിയിരുന്നു, അതിന് ബലമില്ലാന്നും പറഞ്ഞതേ അടുത്തൊരു ഊഞ്ഞാലിൽ കയറി കേട്ടോ. ഈ ഒരു ഫ്രെയിം നോക്കി എത്ര അടിപൊളിയാണല്ലേ. എവിടെ ഒരു വിധത്തിൽ ഇറങ്ങത്തില്ലെന്നേ, ചെറുക്കനെ എൻ്റെ കൈ തന്നിട്ട് ആട്ടോടെ ആട്ട് തന്നെ. അങ്ങനെ അവിടെ ഒന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് ഊഞ്ഞാലൊക്കെ ആടി. അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നല്ല ബ്രെഡ് ഓംപ്ലേറ്റും ബൂസ്റ്റിട്ട ചായ മാഗിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് ചപ്പലില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അതും വാങ്ങി. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.